ഹായ് ഹോൾ അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് സദ്യ സ്പെഷ്യൽ ഓലനാണ് കേട്ടോ. അപ്പോൾ ഇതുവരെ ഓലൻ ഇതുപോലെ ഇല്ലാത്തവർ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കട്ടോ. ഉറപ്പായിട്ടും അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. പെട്ടെന്ന് കാര്യം നടക്കും കേട്ടോ. ഒരു 2 മിനിറ്റ് കൊണ്ട് നമുക്ക് ഓലൻ റെഡിയാക്കി എടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുമ്പളങ്ങ ഉണ്ടല്ലോ, അത് ഇളയത് കേട്ടോ. അത് ഇളവൻ എന്നൊക്കെ പറയും ഇവിടെ. അധികം മൂക്കാത്തതാവും നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ അത് ഇതുപോലെ കഴുകി വൃത്തിയാക്കി ഈ ഒരു വലിപ്പത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കുക. 4 പച്ചമുളക് കീറിയിട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതാ ഉപ്പ് കുറച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ നോക്കിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ചേർക്കുന്നത് തേങ്ങാപ്പാലാണ് കേട്ടോ. തേങ്ങാപ്പാൽ നമ്മൾ എത്രയാണോ കഷ്ണം എടുക്കുന്നത് അത് വേവാൻ ആവശ്യമായിട്ട് 3/4 ഭാഗത്തോളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 1.5 കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ തേങ്ങ ആദ്യം ഒന്ന് പിഴിഞ്ഞ് മാറ്റിയിട്ട് വെക്കുക, കട്ടിയുള്ള പാൽ. ഇത് വെള്ളം കൂട്ടിയിട്ട് നന്നായിട്ട് മിക്സിയുടെ ജാറിൽ അടിച്ചെടുത്തിട്ട് അരിച്ചെടുത്തതാണ് കേട്ടോ പാൽ, രണ്ടാം പാൽ. അത് ഒഴിച്ചെടുത്തിട്ട് 2 വിസിൽ വരെ വേവിച്ചിട്ടെടുക്കുക കേട്ടോ. 2 വിസിലിൻ്റെ ശേഷം ഇത് ഞാനൊരു ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ കഷ്ണങ്ങൾ ഉടഞ്ഞതാണ് ഇഷ്ടം വെച്ചാൽ ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കുക. അല്ല ഉടയാതെ നിങ്ങൾക്ക് വേണിച്ചാൽ ഉടച്ചു കൊടുക്കാതെ റെഡിയാക്കി എടുക്കുക കേട്ടോ. ഞാൻ അപ്പോൾ ഇവിടെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം മാറ്റി വെച്ചിട്ടുള്ള കട്ടിയുള്ള തേങ്ങാപ്പാലുണ്ടല്ലോ, അധികം വെള്ളം ചേർക്കാതെ പിഴിഞ്ഞെടുത്തിട്ടുള്ള പാൽ, അത് ഒഴിച്ചെടുക്കുക കേട്ടോ. അതൊരു 1/2 കപ്പ് ഒഴിച്ചെടുത്തിട്ടുണ്ട്, 1/2 ഗ്ലാസ് കേട്ടോ. എന്നിട്ട് ഇത് തിളക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നന്ന് ചൂടായി വരുമ്പോൾ തന്നെ നമുക്ക് തീ ഓഫ് ചെയ്യുക. എന്നിട്ട് ഇതാ ഒരു ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ, അതുപോലെ തന്നെ 2 കറിവേപ്പില കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി തീ ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇതുപോലെ തയ്യാറാക്കാത്തവരൊക്കെ തയ്യാറാക്കി നോക്കൂ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്